മൂന്നാറിൽ മാലിന്യ സംസ്കരണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പടയപ്പയ്ക്ക് പിന്നാലെ കൂടുതൽ ആനകൾ മാലിന്യം ഭക്ഷിച്ച് കഴിയുന്നു. ഈ അടുത്ത കാലത്ത് മൂന്നാറിലെത്തിയ ഒറ്റക്കൊമ്പനും മറ്റൊരു കൊമ്പനുമാണ് ഇപ്പോൾ മാലിന്യങ്ങൾക്കിടയിൽ കഴിയുന്നത്. ജെയിനിസ് രാജു ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ജെയിൻ. ആനകൾ സാധാരണയായി കാട്ടിലേക്ക് ഇറങ്ങുന്നത് ഭക്ഷണ ലഭ്യത കുറയുമ്പോഴാണ് എന്നൊക്കെ വിദഗ്ധർ പലരും അഭിപ്രായപ്പെടുന്നു. അത് ശരിവയ്ക്കേണ്ടി വരും ഇതുപോലെ മാലിന്യം തേടി ആനകൾ ഇറങ്ങുന്നതോടെ, അല്ലേ? തീർച്ചയായിട്ടും മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ നിക്ഷേപിക്കുന്ന മാലിന്യവും മറ്റ് അവശിഷ്ടങ്ങളും മൂന്നാർ പഞ്ചായത്തിന് കീഴിലുള്ള കല്ലാർ മാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് സംസ്കരിക്കുന്നത്. പക്ഷെ ഇവിടെ എത്തുന്ന മാലിന്യത്തിന്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് പൂർണ്ണമായും സംസ്കരിക്കാൻ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ ഈ സംസ്കരണ പ്ലാന്റിന്റെ ചുറ്റും ഈ മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ വന്യജീവികൾ എത്തി നിരന്തരം ഈ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും ഭക്ഷിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നേരത്തെ നമ്മൾ പടയപ്പ ഇത്തരത്തിൽ ഏറെ നാൾ അങ്ങനെ ഈ മാലിന്യ കൂമ്പാരത്തിൽ ജീവിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയിരുന്നു. അതിനുശേഷം ഹൈക്കോടതിയുടെ അടക്കം ഇടപെടൽ ഉണ്ടായി. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് മൂന്നാർ പഞ്ചായത്തിനുണ്ടാകുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യത്തിൽ വിമർശനവും ഉയർന്നു വന്നു. പക്ഷേ ആ പ്രശ്നത്തിന് ഇതുവരെ പരിഹാരമായില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ആനകൾ അല്ലെങ്കിൽ കൂടുതൽ വന്യജീവികൾ ആ മാലിന്യം ഭക്ഷിച്ച് കഴിയേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. ഇതിന് പ്രധാനമായും രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, ഈ മാലിന്യം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ കഴിക്കുന്നത് കൊണ്ട് ഈ വന്യജീവികൾ രോഗബാധിതരാവുകയും അത് ചത്തുപോവുകയും ചെയ്യും. മറ്റൊന്ന്, ഈ മാലിന്യം അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിച്ച ആനകളും അല്ലെങ്കിൽ മറ്റു ജീവികളും അത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുമുണ്ട്. ഈ രണ്ട് പ്രശ്നങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. പക്ഷെ ഇതിൽ കാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. അല്ലെങ്കിൽ പഞ്ചായത്ത് കൃത്യമായി അവിടെ മാലിന്യ സംസ്കരണം ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുന്നില്ല. വനം വകുപ്പും കാര്യമായിട്ടുള്ള ഇടപെടൽ, ഇടയ്ക്ക് ഒരു നോട്ടീസ് നൽകിയിരുന്നു വനം വകുപ്പ്. അവിടുത്തെ മാലിന്യ സംസ്കരണം കൃത്യമായി നടക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു കത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയതൊഴിച്ചാൽ കാര്യമായ ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ശരി ജെയിൻ.